ഡേവിഡ് ബെക്കാം ഒരു പ്രശസ്തനായ ഇംഗ്ലീഷ് ഫുട്ബോൾ താരവും പൂർണ്ണമായും ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു കായിക ദൈവവുമാണ് അദ്ദേഹം. 1975 മെയ് 2 ലണ്ടനിലാണ് അദ്ദേഹം ജനിച്ചത്. ഫുട്ബോളിന്റെ ലോകത്ത് വെറുമൊരു താരമല്ല, അനേകം പുരസ്കാരങ്ങളും റെക്കോർഡുകളും നേടിയ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു അദ്ദേഹം. ഡേവിഡ് ബെക്കാമിന്റെ ബാല്യകാലം ലണ്ടനിൽ ഒരു സാധാരണ കുട്ടിയുടെ ജീവിതം പോലെ തന്നെ തുടങ്ങി. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോൾ കളിക്കാൻ വളരെ അധ്വാനിച്ചിരുന്നു. തന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ക്ലബ്ബ് ലെയ്റ്റൺ ഓറിയന്റിൽ ചേർന്ന് അദ്ദേഹം വളരെ ചെറുതായി ഫുട്ബോൾ പരിശീലനം ആരംഭിച്ചിരുന്നത്. അതോടെ 14-ാം വയസ്സിൽ തന്നെ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ യുവനിരയുടെ ഭാഗമായി. ബെക്കാം 1991 മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ യുവാക്കളിൽ ചേർന്നിരുന്നു. 1992 അദ്ദേഹം പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരനായി മാറി. എന്നാൽ 1995 അദ്ദേഹം ആദ്യത്തെ പ്രീമിയർ ലീഗ് മത്സരത്തിൽ മാഞ്ചസ്റ്ററിന്റെ കളിക്കാരനായി എത്തി. പിന്നീട് 1996 അദ്ദേഹം പൂർണ്ണമായും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആദ്യത്തെ ടീമിലെത്തിയപ്പോൾ ആഗ്രഹങ്ങൾ പുതിയ ഉയരങ്ങളിലേക്ക് പറന്ന് ഉയരുകയായിരുന്നു. ആ ഒരു അവസരം തന്റെ ഫുട്ബോൾ ജീവിതത്തിലേക്കുള്ള ഒരു പുതിയ തുടക്കം കൂടിയായിരുന്നു. ബെക്കാമിന്റെ ഗോളുകൾ, സ്ട്രൈക്കുകൾ, ടാക്ലിങ്ങുകൾ, അറ്റാക്കിംഗ് പെർഫോമൻസ് തുടങ്ങിയവ അദ്ദേഹത്തെ ലോകമെമ്പാടും പ്രശസ്തനാക്കി. തന്റെ പന്തിനോടുള്ള ഇണക്കം ആരാധകരെ എപ്പോഴും വിനയിപ്പിച്ചിരുന്നു. തന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വിജയങ്ങൾ, ഇതുവരെ 6 പ്രീമിയർ ലീഗ് ടൈറ്റിലുകൾ, 2 FA കപ്പുകൾ, ഒരു ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കരിയർ മികവിന്റെ തെളിവുകളായിരുന്നു ഇതെല്ലാം. ബെക്കാം 2003 റിയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയപ്പോൾ തന്റെ പരിചയസമ്പന്നത ഒരുപാട് മുന്നോട്ട് പോയിരുന്നു. പക്ഷെ 2007 അദ്ദേഹം അമേരിക്കൻ സോക്കർ ലീഗിൽ ലോസ് ആഞ്ചലസ് ഗാലക്സിയിലേക്കും ചേർന്നു. അവിടെ അദ്ദേഹം സോക്കർ കളിക്കാരെ പ്രചോദിപ്പിക്കുകയും സോക്കറിന്റെ പ്രേമികളെ കൂടുതൽ ആകർഷിക്കുകയും ചെയ്തു. അവിടെ ഒരു പുതിയ നേട്ടം തന്നെയായിരുന്നു അദ്ദേഹം നേടിയെടുത്തത്. തന്റെ ദേശീയ ടീമിലെ പങ്ക് ഇംഗ്ലണ്ടിന്റെ ഫുട്ബോൾ ടീമിൽ ബെക്കാം 115 മത്സരങ്ങളിൽ പങ്കെടുത്ത് 17 ഗോളുകൾ നേടിയിട്ടുണ്ട്. 1998 കോപ്പ് ഓഫ് ലോകകപ്പ്, 2002 ഫിഫ ലോകകപ്പിലും അദ്ദേഹം പങ്കെടുത്തു. 2006 ലോകകപ്പിൽ ഇത് എന്റെ അവസാനത്തെ മത്സരം ആണെന്ന് പറഞ്ഞ് അദ്ദേഹം അരങ്ങൊഴിയുകയായിരുന്നു. അദ്ദേഹം ടീമിന്റെ ക്യാപ്റ്റനായി നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ചിരുന്നു. ഡേവിഡ് ബെക്കാം തന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന പങ്ക് അറിയപ്പെടുന്ന ആഹ്ലാദകരമായ സൗഹൃദത്തിലൂടെ ഒരു പ്രകാത്മകമായ കുടുംബജീവിതം കൊണ്ട് ജീവിക്കുകയാണ്. ബെക്കാം തന്റെ പ്രശസ്തി, സ്വാധീനം ഉപയോഗിച്ച് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളിലും പങ്കെടുത്തു. മൈ വേൾഡ് എന്ന മുഖ്യ പരിപാടി വഴി അദ്ദേഹം ലോകത്തിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും ഭക്ഷണം എന്നിവ ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ്. ഡേവിഡ് ബെക്കാം ഫുട്ബോളിലെ ഒരു മാന്ത്രിക കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ കളി, കഴിവുകൾ, വ്യക്തിത്വം, സാക്ഷരത, പൗരപ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ ഒരു ഫുട്ബോളറിൽ നിന്നും വ്യത്യസ്തനാക്കി. 2013 അദ്ദേഹം ഔദ്യോഗികമായി ഫുട്ബോളിൽ നിന്ന് വിരമിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതിഭ, കായിക ലോകത്തേക്കുള്ള സംഭാവനകൾ ഉയർന്നു നിലനിൽക്കുന്നു. അതെ, നല്ലൊരു ഫുട്ബോളർക്കും പുറമെ അയാൾ നല്ലൊരു മനുഷ്യൻ കൂടിയായിരുന്നു.